ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറച്ചു കാലമായി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മോശം സമയമാണ്. ഒരുപാട് സമനിലകളും തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. 2019 ശേഷം കിരീടം നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അർജന്റീനയുടെ സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാം, വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഫൈനൽസുമയും ഒക്കെ നേടാൻ അർജന്റീനയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ റോബർട്ടോ കാർലോസ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് അർജന്റീനയെ തോൽപ്പിക്കാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കുകയാണ് ബ്രസീൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്രസീലിന് ഒരുപാട് മുന്നോട്ട് പോവാൻ കഴിയും. അർജന്റീനയാണ് ഇന്നത്തെ ഏറ്റവും മികച്ച ടീം. അവരെ പരാജയപ്പെടുത്താനുള്ള ഒരു കപ്പാസിറ്റി ബ്രസീൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് കാർലോസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുറച്ചു നേരത്തേക്ക് കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. നിലവിലെ വേൾഡ് കപ്പിൽ മാത്രം നമുക്ക് ശ്രദ്ധ നൽകാം. നിലവിലെ ലോക ചാമ്പ്യന്മാർ അത് അർജന്റീനയാണ്. അർജന്റീനയെ തോൽപ്പിക്കാനുള്ള ഒരു പ്രാപ്തി ബ്രസീൽ നേടണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിലവിൽ അർജന്റീന ബ്രസീലിനേക്കാൾ മുകളിലാണ്. ഒരു നല്ല പരിശീലകൻ ഒരുപാട് കാലമായി അവരോടൊപ്പമുണ്ട്. ലോക ഫുട്ബോളിന് റഫറൻസായ മെസ്സിയും അവിടെയുണ്ട്. നമ്മൾ ഇംപ്രൂവ് ആയാൽ ഈ ടീമും വെച്ച് ഫൈനൽ വരെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇത്തവണ ഫൈനൽ എങ്കിലും ബ്രസീൽ കളിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് ഫൈനൽ വരെ എങ്കിലും എത്തണം. അതിനുള്ള ടീമുണ്ട്, പക്ഷെ നമ്മൾ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നൊക്കെയാണ് റോബർട്ടോ കാർലോസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അർജന്റീന മികച്ച പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ നടത്തുന്നത്. 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് അവർ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തേണ്ടത് അവർക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.